കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള BJP എംപിമാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ അവതരണത്തിൽ നിന്ന് വിട്ടുനിന്നത് BJP പാളയത്തിൽ ആശങ്ക പടർത്തുകയാണ്. 3 ലൈൻ വിപ്പ് നൽകിയിട്ടും 20 BJP എംപിമാരാണ് ഈ പ്രധാനമായ ബിൽ അവതരണത്തിൽ നിന്നും വിട്ടുനിന്നത്. ഇതോടെ BJP എംപിമാർ അതൃപ്തി അറിയിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വോട്ടെടുപ്പിലൂടെയാണ് കേന്ദ്ര സർക്കാർ ബിൽ അവതരിപ്പിച്ചത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന എംപിമാർക്കെല്ലാം BJP നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ, ശന്തനു താക്കൂർ, ജഗദാംബിക പാൽ, DY രാഘവേന്ദ്ര, വിജയ് ഭാഗേൽ, ഉദയരാജ് ഭോസലെ, ജഗന്നാഥ് സർക്കാർ, ജയന്ത് കുമാർ റോയ്, V സോമണ്ണ, ചിന്താമണി മഹാരാജ് തുടങ്ങിയ എംപിമാരാണ് ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നവർ. വോട്ടെടുപ്പിൽ മുഴുവൻ എംപിമാരും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് നേതൃത്വം പ്രതിനിധികളെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ കേന്ദ്ര മന്ത്രിമാരടക്കം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ BJP ചെറിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ലോക്സഭയിൽ ഇന്നലെ 467 എംപിമാർ മാത്രമാണ് ഹാജരായിരുന്നത്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. ലോക്സഭയിൽ ഹാജരായിരുന്ന 269 എംപിമാർ മാത്രമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. NDA സഖ്യത്തിന് ലോക്സഭയിൽ 293 എംപിമാരാണ് ആകെ ഉള്ളത്. പ്രതിപക്ഷ സഖ്യത്തിന് 234 സീറ്റുകളും ലോക്സഭയിലുണ്ട്. എന്നാൽ 198 എംപിമാരാണ് NDA സർക്കാരിൻ്റെ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. കൂടാതെ NDA സഖ്യകക്ഷിയായ JDU ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തില്ല. ബിൽ ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് NK പ്രേമചന്ദ്രനും ജനാധിപത്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ET മുഹമ്മദ് ബഷീറും പറഞ്ഞിരുന്നു. ഈ ബിൽ പാസ്സാക്കണമെങ്കിൽ 300 എംപിമാരുടെ പിന്തുണ സർക്കാരിന് ഉണ്ടാകണം. അതിനാൽ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാകാൻ സാധ്യതയുള്ളൂ. നിലവിൽ പ്രതിപക്ഷത്തെ മുഴുവൻ പാർട്ടികളും ഈ ബില്ലിന് എതിരാണ് താനും. അതുകൊണ്ട് തന്നെ ബിൽ പാസ്സാകാനുള്ള സാധ്യതയും കുറവാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ബിൽ ഇനി സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിട്ടു നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭ, നിയമസഭ തെരഞ്ഞെടുപ്പുകൾ എല്ലാം ഒന്നിച്ചാക്കാനുള്ളതാണ് ഈ ബിൽ. ഭരണഘടന ഭേദഗതി ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം വേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. പുതിയ ബിൽ പ്രകാരം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്ന അന്നായിരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ നിയമസഭകളുടെയും കാലാവധിയും പൂർത്തിയാവുക. അതായത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കി തുടങ്ങുന്നതെങ്കിൽ 2029 ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന, അതായത് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കി തുടങ്ങുന്നതെങ്കിൽ 2029 ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നിയമസഭകളുടെയും കാലാവധി 2034 തന്നെ പൂർത്തിയാകും. 2029 മുമ്പായി നിലവിൽ വന്നതും 2034 മുമ്പായി കാലാവധി പൂർത്തിയാവുന്നതുമായ നിയമസഭകൾക്ക് 2034 ഇലക്ഷൻ വരെ കാലാവധി നീട്ടിക്കിട്ടുകയും ചെയ്യും. ഈ ബിൽ പ്രാബല്യത്തിൽ വന്നാൽ കേരള സർക്കാരിന് കൂടുതൽ കാലം ഭരണം നിലനിർത്താൻ കഴിയും. അടുത്ത കേരള നിയമസഭ 2031 കാലാവധി പൂർത്തിയാവുന്നതെങ്കിലും 2034 വരെ അവർക്ക് സമയം നീട്ടിക്കിട്ടും.